വിശപ്പറിഞ്ഞു വിളമ്പുന്നവരെ വിഗ്രഹങ്ങളെക്കാൾ വിശ്വാസമാണ് എന്നല്ലേ പറയാറ്. അങ്ങനെ മനസ്സറിഞ്ഞ് വിളമ്പുമ്പോൾ അതിനൊരുപാട് കറികളൊന്നും വേണ്ട അല്ലേ? തൊട്ടുകൂട്ടാൻ ഒരച്ചാർ തന്നെ ധാരാളം. അതും നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ പറിച്ചതാകുമ്പോഴോ അതിന് രുചി കൂടുകയും ചെയ്യും അല്ലേ? അത്തരത്തിലൊരു വീഡിയോ ആണ് ഇന്നത്തേത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ഇലുമ്പിക്ക എന്നാണ് പറയാറ്. ചിലരതിനെ ചെമ്മീൻ പുളിയെന്നും ഇരുമ്പം പുളിയെന്നും ചിലുമ്പിക്കാന്നും ഒക്കെ പറയാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അച്ചാറിന് ആവശ്യമായ 25ഓളം ഇലുമ്പിക്ക ഉപ്പിട്ട് 2 ദിവസം വെയിലത്ത് വെച്ച് ഒന്ന് ഉണങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് 4 ടേബിൾ സ്പൂൺ സെസമി ഓയിൽ അഥവാ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കണം. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് അതൊന്ന് വാടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 15 വെളുത്തുള്ളി, 12 കാന്താരിമുളക്, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയുടെ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത് അത്രയും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊക്കെ ഒന്ന് മൂത്ത് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് വരുമ്പോൾ മുളക് പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇത്രയും ഇട്ട് കൊടുത്ത് ആ പൊടികൾ ഒന്ന് മൂപ്പിക്കാം. അതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ കായം പൊടി കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ആ കായത്തിൻ്റെ മണം വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 50 ml വിനാഗിരി കൂടി ചേർത്ത് കൊടുത്ത് അതൊന്ന് തിളയ്ക്കാൻ അനുവദിക്കണം. ഇനി ഒരുപാട് ചാറ് അച്ചാറിന് വേണം, ഗ്രേവി ആയിട്ടൊക്കെ വേണം എന്നാവശ്യമുള്ളവർക്ക് തിളപ്പിച്ചാർച്ച വെള്ളവും കൂടി ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുന്ന ടൈമിൽ അതിലേക്ക് നമ്മൾ 2 ദിവസം വെയിലത്ത് വെച്ച് ഉണങ്ങിയ ഇലുമ്പിക്ക അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഇലുമ്പിക്ക ഉണങ്ങുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടാണ് ഉണങ്ങുന്നത്. അതുകൊണ്ട് ഉപ്പ് അച്ചാറിലേക്കിടുമ്പോൾ അല്പം കുറച്ചിടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എന്നിട്ട് അവസാനം 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റുള്ള നല്ല ഉണങ്ങിയ ഇലുമ്പിക്ക അച്ചാർ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നു. അപ്പോൾ മുമ്പുള്ള നമ്മുടെ അച്ചാറിൻ്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോയിലും പറയുകയാണ്, നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ, തിളപ്പിച്ചാർച്ച വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടി വരും. വെള്ളം ഒഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ ഈ അച്ചാർ പുറത്തിരുന്നോളും, ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.